ഇതാണ് ചേമ്പ്. ചേമ്പ് പറിക്കണതും അതിൻ്റെ തണ്ടായ താള് കൊണ്ട് തോരൻ വെക്കണതും ഒക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ. ചേമ്പിൻ്റെ തണ്ടിനാണ് നമ്മൾ താളെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തോരനും ചാറ് കറിയും ഒക്കെ വെക്കാൻ ഉപയോഗിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ ചേമ്പിൻ്റെ താള് വല്ലാതെ മൂത്തുപോയി. അങ്ങനെ മൂത്തുപോയി കഴിഞ്ഞാൽ അത് പിന്നെ കറി വെച്ചാൽ രുചി കാണില്ല. അതുപോലെ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ചേമ്പിൻ്റെ കിഴങ്ങൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനിയുള്ള ഭാഗം എന്നുള്ളത് അത് വിത്തിനായിട്ട് ഇട്ടിരിക്കുന്ന ഒരു പോർഷനാണ്. അത് നമ്മൾ ഒന്നിനും കറിക്കൊന്നും എടുക്കില്ല. ചേമ്പ് പറമ്പിൽ നിൽക്കുന്നത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാട്ടോ. ഹായ്, മൊമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ മമ്മ? ഇന്ന് ഞങ്ങള് ഉച്ചത്തേക്ക് ഒരു മെഴുക്കുവരട്ടി തയ്യാറാക്കണേ. അതായത് കണ്ടിച്ചേമ്പും ഉണക്കച്ചെമ്മീനും ചേർത്തുള്ള ഒരു മെഴുക്കുവരട്ടി. ഉണക്കച്ചെമ്മീൻ പുളി ചേർത്ത് വേവിച്ചിട്ട് ചേമ്പിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഉലർത്തുകറിയാണ് തയ്യാറാക്കണത്. അത് ചൂടോടുകൂടി കഴിക്കാൻ വളരെ സ്വാദിഷ്ടമാണ്. എനിക്ക് ഈ ചേമ്പ് ഇങ്ങനെ ഇവിടെ പറിച്ചുകൊണ്ട് വന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. എൻ്റെ ബാല്യത്തിൽ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു കറിയാണിത്. അപ്പം ഞാൻ വളരെ 8-10 വയസ്സുള്ളൊക്കെ സമയത്ത് കഴിച്ചിട്ടുള്ളൊരു ഓർമ്മ വെച്ചാണ് ഞാനിത് ഇവിടെ തയ്യാറാക്കിയത്. പക്ഷേ നല്ല കുഴഞ്ഞിരിക്കും, നല്ല ടേസ്റ്റിയാണ്. ചൂടുണ്ടെങ്കിൽ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പഴമയുള്ളൊരു കറിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് പതിവ് പോലെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് അത്രയേറെ ഇഷ്ടപ്പെടുന്ന പഴമയുള്ള ഒരു വെറൈറ്റി ഡിഷ് തന്നെയാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദേ വീഡിയോ വന്നു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഉണക്കച്ചെമ്മീനും ചേമ്പ് കണ്ടിച്ചേമ്പ് ചേമ്പും വെച്ചിട്ടുള്ള ഒരു ഉലർത്തുകറിയാണ് ഇവിടെ തയ്യാറാക്കണം. അത് സ്വല്പം പുളി ചേർക്കണം. അതായത് മീൻ വെക്കുന്ന പുളി ഉരുക്കി നമ്മൾ വെക്കാറുണ്ടല്ലോ, ആ ഉരുക്കി വെച്ച സിറപ്പ് സ്വല്പം ചേർത്ത് ഉപ്പും ഒക്കെ ചേർത്ത് ഒരു ഉലർത്തുകറിയെ തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഉണക്കച്ചെമ്മീൻ്റെ ഒരു വാള ഉണക്കച്ചെമ്മീൻ ഈ തലയും വാലിന്റെ കിള്ളി കളഞ്ഞിട്ടുണ്ട്. അറ്റം കിള്ളിക്കളഞ്ഞേച്ച് കഴുകിയെടുത്ത് ഒരു സോസറിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് ആദ്യം നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചട്ടിയിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചേച്ച് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും ഈ പുളി ഉരുക്കിയതും ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് തിളപ്പിച്ചെടുത്തിട്ടാണ് പിന്നെ ചേമ്പ് നമ്മൾ വേവിക്കാൻ ചേർക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഇത് അടുപ്പത്ത് വെച്ചാലോ? ഇത് വളരെ പഴമയുള്ള ഒരു ഉലർത്തുകറിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയുമാണ്. അപ്പൊ ദേ കണ്ടിച്ചേമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വെച്ചതാണ്. കാരണം ഞാൻ ചേമ്പ് ക്ലീൻ ചെയ്തെടുത്തായിരുന്നു. ഇതൊന്ന് ജസ്റ്റ് കണ്ടോ. നമുക്ക് പിന്നെ പറമ്പിൽ നിൽക്കണ ചേമ്പിന്റെ പടം ഒന്ന് എടുത്ത് കാണിക്കാം. ഈ ചേമ്പിന്റെയാണ് താളുകൊണ്ടാണ് നമ്മൾ തോരൻ പണ്ടിട്ടാണ്. ചേമ്പും താള് തോരൻ ഇട്ടിട്ടില്ല. പിന്നെ ഈ ചേമ്പ് തന്നെ നമ്മൾ പുഴുങ്ങി കന്താരിമുളക് ചമ്മന്തിയുടെ കൂടെ കഴിക്കുന്നതും കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചേമ്പ് പറമ്പിൽ നിന്നൊന്ന് പിടിക്കാം. ഞാൻ നേരത്തെ ഇന്നലെ ഇത് പറിച്ചു വെച്ചതാ. ഈ മണ്ണുണങ്ങി കിടക്കണോണ്ട് വെള്ളം ഒഴിച്ചു വേണം അപ്പൊ പറിച്ചെടുക്കാം കുതിർത്തി. അപ്പൊ അതെ അത് ചുമ്മാ ഇങ്ങനെ തൊലി ചെത്തുക. കപ്പങ്ങയൊക്കെ ചെത്തുന്നത് പോലെ മാങ്ങയൊക്കെ ചെത്തുന്നത് പോലെ തൊലി ചെത്തി വെച്ചതേ നമ്മള് സ്ലൈസ് ചെയ്തെടുക്കണത്. അത് അവനവന്റെ ഇഷ്ടത്തിന് വലിപ്പം എന്തോരം വേണമെന്ന് വെച്ചാൽ അതുപോലെ സ്ലൈസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് വെള്ളത്തിലിടണം, അല്ലെങ്കിൽ ചിലപ്പോൾ കറയിളകും. അതുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ടെന്നേ ഉള്ളൂ കേട്ടോ. നന്നാക്കി വെച്ചതേ കണ്ടല്ലോ. ഇനി നമുക്ക് ചെമ്മീൻ അടുപ്പത്ത് വെച്ചാലോ? ചട്ടിയിൽ സ്വല്പം വെള്ളമുണ്ടേ. അതിലേക്ക് ചെമ്മീൻ ഒന്ന് വാട്ടാനായിട്ട് നമ്മൾ ഇടുവാട്ടോ. ഒന്ന് തികക്കാം. അതിലേക്ക് ഉപ്പ് ചേർക്കണം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്. ഇച്ചിരി ഉപ്പ് മുന്നിൽ നിന്നാലും ചേമ്പ് ചേർക്കാനുള്ളതല്ലേ. അപ്പൊ ഇച്ചിരി മുന്നിൽ നിന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ മീൻ വെക്കണ കുടംപുളി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന സിറപ്പ്. അത് ഒരുപാട് വേണ്ടി വരൂല കേട്ടോ. ഇത് മതിയാവും. കാരണം ചേമ്പിന് അധികം നമുക്ക് ഒരു ചെറിയ പുളി കിട്ടിയാൽ മതി, പടവലങ്ങയൊക്കെ ചെയ്യുന്നത് പോലെ. അപ്പൊ കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. അത് അവനവന്റെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ഇത് ഇവിടെ ഇരുന്ന തിളയ്ക്കുന്ന സമയത്ത് ഈ ബർണറിലേക്ക് നമുക്ക് ചേമ്പ് വേവിക്കാൻ വെക്കാം വേറൊരു ചട്ടിയില. ഞാൻ ഇത് എടുത്തോണ്ട് വരട്ടെ കേട്ടോ. ചട്ടി എടുത്തോണ്ട് വരട്ടെ. ഇതിവിടെ ഇരുന്ന് തിളക്കട്ടെ.
ചെമ്മീൻ നന്നായിട്ട് തികന്നു. നമുക്ക് ചെമ്മീൻ അങ്ങ് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേറൊരു ചട്ടിയിൽ ഇതേ ചേമ്പിനും സ്വല്പം മഞ്ഞപ്പൊടി, സ്വല്പം മുളക് പൊടി, ഉപ്പ്. അതെ, ഉപ്പ് കുറച്ച് മതി, പിന്നെ നോക്കി വെച്ചിട്ടാ മതി. സ്വല്പം മുളക് പൊടി ഇട്ടാ പൊടിക്ക് മതി. പിന്നെ വളർത്താൻ നേരത്തെ നമുക്ക് ചേർക്കണമല്ലോ. പിന്നെ ദേ മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പ്, ഉപ്പ് കൂടിപ്പോയ വിഷയം. ചെമ്മീത്തിൽ ഉപ്പ് ഇച്ചിരി മുന്നിലായിട്ടേക്കണത്. നമുക്കൊന്ന് ഇളക്കി വിടാം അല്ലേ? അതെ. എന്നിട്ട് അവിടെ ഇരുന്ന് വേവട്ടേട്ടോ. മുടി വെച്ചേക്കാം ഞാൻ. അവിടെ ഇരുന്ന് വേവട്ടേട്ടോ. വെന്ത് കഴിയുമ്പോ 3/4 വേവായി കഴിയുമ്പോ ഈ ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിന്റെ വെള്ളം വറ്റി കഴിയുമ്പോ ഉലർത്തുക. അത്രേ ഉള്ളൂ. ഉലർത്തുകറി ഇത് വളരെ പഴമയുള്ളൊരു കറിയാണ്. പിന്നെ പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇത് മിക്സ് ചെയ്തിട്ട് ഒരു പൊടിക്ക് പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്രേ ഉള്ളൂ. വേവട്ടെ അപ്പവൻ അവിടെ ഇരുന്ന്. നമ്മളിതേ ചേമ്പ് വേവിക്കാൻ വെച്ചില്ലേ? ഇതേ ചൂടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. എന്തേ ഒരുവിധം 3/4 വേവായി. ചൂടായതുകൊണ്ടേ ദേ കൈ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ചൂടാണ് ഭയങ്കര. തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പതുന്ന് വന്നു വേവ്. അത് വേവ് അറിയാലോ. ഇനി നമുക്കിതേ ഇതിലെ ചെമ്മീൻ ഇതിലേക്ക് ചേർക്കണം. ചേർക്കുവാണേ. തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ. ഈ നമ്മൾ ചെമ്മീൻ പുളിയിട്ട് വറ്റിച്ച് വെച്ചിരിക്കുന്ന സംഭവം ഈ ചേമ്പ് വേവാതെ അതിലേക്ക് ചേർക്കരുത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചേമ്പിന് വേവാൻ ഇച്ചിരി താമസം വരും. അപ്പം നമ്മൾ ചേമ്പ് 3/4 വേവായതിനു ശേഷമാണ് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കാവൂ. അപ്പൊ ഇതിൽ കിടന്ന ഈ വെള്ളം വറ്റി ഇത് മിക്സ് ആയി വന്നോളും കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി ഇത് വെള്ളം വറ്റി എടുക്കട്ടെ കേട്ടോ. അത് കഴിയുമ്പോ നമുക്ക് ഉലർത്താം. ഉലർത്തുന്നത് സാധാരണ 2 തരം ഉള്ളിയും വേപ്പിലയും ചതച്ചിട്ട് മുളക് പൊടി ചേർത്ത് അത്രേ ഉള്ളൂ പരിപാടി. പക്ഷെ നല്ല ടേസ്റ്റി ആയി ഒരു കറിയാട്ടോ. ഞാൻ പുളി ഉപ്പൊക്കെ നോക്കട്ടെ കേട്ടോ. വെള്ളത്തിലേന്ന് സ്വല്പം കോരി വെള്ളം വറ്റിയെടുക്കണം. എന്നാലേ കറിക്ക് ടേസ്റ്റ് വരുള്ളൂ. നല്ലതാ. പുളി മതിയാവും. പുളിയുണ്ട്. ഒരു നേരിയ പുളി മതി ഇതിലേക്ക്. അതാണ് ഇതിന്റെ രീതി. വെള്ളം വറ്റിക്കഴിഞ്ഞ് നമുക്ക് ഉലർത്താം. ഇതേ നമ്മള് ഉണക്ക ചെമ്മീനും കണ്ടിച്ചേമ്പെന്നാ പറയണ ചേമ്പും കൂടെ വറ്റിച്ച് വെള്ളമൊക്കെ വറ്റി വെന്ത് നല്ല പാകമായി, കുഴവില് പാകമായി. അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഈ ബർണറിൽ നിന്ന് ഇത് മാറ്റി ഇങ്ങോട്ട് ഉലർത്താനുള്ള ചട്ടി വെക്കാം. കറി ഉലർത്താനായിട്ട് സാധാരണ ഉലർത്തും പോലെ തന്നെ ചട്ടി വെച്ചു. ഉലർത്താനായിട്ട് ഒരു 3-4 ദളം ചുമന്നുള്ളി, ഒരു 2-3 ദളം വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതായി ഇടികല്ലില്. അത് ചതച്ചത് ഇച്ചിരി വേപ്പിലേ മതി. പിന്നെ കുരുമുളക് വേണ്ട കേട്ടോ. പിന്നെ മുളക് പൊടി ചേർത്ത് ഉലർത്തിയെടുക്കാം. അപ്പൊ നമുക്ക് ചട്ടി ഗ്യാസ് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് എണ്ണ ഒഴിക്കാം. നമ്മള് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു. ഇത് മതിയാവും. കുറച്ചല്ലേ സാധനമുള്ളൂ. ഇത് മതിയാവും. ഉള്ളിയും വേപ്പില ഇങ്ങനെ മൊത്തം അങ്ങിട്ട് കേട്ടോ. എണ്ണ ചൂടായി. ഇനി നമുക്ക് അതുപോലെ തന്നെ ഇതൊക്കെ വളരെ ലൈറ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ. ഉള്ളി മൂട്ട് കഴിയുമ്പോൾ മുളക് പൊടി ചേർക്കണം. മുളക് പൊടി മാത്രം മതി. കാരണം നമ്മൾ വേവിച്ചപ്പോൾ സ്വല്പം മഞ്ഞൾപ്പൊടി സ്വല്പം മുളക് പൊടിയും ചേർത്തല്ലേ വേവിച്ചേക്കണം. ഉലർത്തുമ്പോൾ മഞ്ഞൾപ്പൊടി വേണ്ട. നമുക്ക് ചതച്ച മുളക് വേണ്ട. പകരം പൊടി തന്നെ ചേർക്കാം. ഇച്ചിരി കളറായിട്ടിരിക്കട്ടെ അല്ലേ. അങ്ങനെ ഉള്ളി മൂട്ട് വരട്ടെ കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ കറി ഉണ്ടാക്കല്. പക്ഷെ ഇത് സ്വാദിഷ്ടമാണ്. ഇത് ഞാൻ എൻ്റെ മെമ്മറിയിൽ നിന്ന് ഉണ്ടാക്കിയതാട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തീരെ ചെറുതായിരുന്നപ്പോൾ എൻ്റെ അമ്മ എനിക്കിത് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഈ കറി. അന്നിത് ഭയങ്കര ഇഷ്ടമായി. പുളിയും ഈ ഉണക്കച്ചെമ്മീനും ഒക്കെ കൂടെ ചേരുമ്പോൾ അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ഓർമ്മയിൽ. ഇന്നാളെ ഞാൻ ഈ ചേമ്പിന്റെ കാര്യം ഓർത്തപ്പോ പെട്ടെന്ന് ഓർത്തു നമുക്ക് ചേമ്പുണ്ടല്ലോ പറമ്പില്, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയതാട്ടോ. അങ്ങനെ ഞാൻ ചെയ്യുവാണിത്. മുളക് പൊടി ഇടട്ടെ. ഉള്ളി മൂത്തു. എരിവധികം പാടില്ല. പറ്റിക്കാൻ നമ്മൾ എരിവ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പും പുളി പാകാം. ഉപ്പ് ഇച്ചിരി കുറവാന്ന് തോന്നും. നമുക്ക് നോക്കാം ഉലർത്തിയിട്ട്. കുറവുണ്ടെങ്കിൽ ചേർത്താൽ മതി. സിമ്മിലാക്കണം. അല്ലെങ്കിൽ കരിഞ്ഞില്ല. ഇങ്ങനെ കുഴഞ്ഞിരിക്കണം. ഇതാണ് ഇതിന്റെ പാകം. പുളി അധികം കൂടാനും മേലെ ജസ്റ്റ് സ്വല്പം ഒരു മട്ടിക്ക് പോകാതിരിക്കാനൊരു പുളിയും വേണം. ഞാനിതിൻ്റെ
നമുക്ക് ഉപ്പ് നീര് തളിക്കാം കേട്ടോ, ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ. ഇത് മെഴുക്കുവരട്ടി പോലെ കുഴഞ്ഞിരിക്കും. ഈ കടച്ചക്ക കൊലട്ടപ്പോൾ കുഴയൂല അതുപോലെ. നല്ല ടേസ്റ്റ്, എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു വെറൈറ്റി ഇല്ലേ, പഴമയുള്ള ഒരു കറി. ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ, കുറവുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി തളിച്ചു കൊടുക്കാം. ഇപ്പം ഇച്ചിരി കുറവുണ്ട്, ഇച്ചിരി ഉപ്പ് നീര് കൊടുക്കാം അല്ലേ? അതെ, മതി, കുറച്ച് മതി. ഉപ്പ് നീര് തളിക്കുവാണേ ഇതേ. ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് കുഴഞ്ഞു അല്ലേ? ചേമ്പ് പെട്ടെന്ന് വേവും. ഇത്രയും കുഴയിൽ വേണ്ടാന്നുള്ളവർക്ക് ആ പാകത്തിന് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. എനിക്കിത് കുഴഞ്ഞിരിക്കണം എൻ്റെ ഓർമ്മയിലുള്ളത്, അതുകൊണ്ട് ഞാൻ കുഴച്ചിലായിട്ട് തന്നെ കറി എടുത്തതാ. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഉപ്പ് പാകമായിട്ടുണ്ടാവും. നല്ലതാ. അങ്ങനെ നമ്മുടെ ചേമ്പും ഉണക്കച്ചെമ്മീനും ചേർത്തുള്ള മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായി. ഇത് ഈ മോഡലിലാണ് ഞാൻ കഴിച്ചേക്കണം, കുഴഞ്ഞിരിക്കണത്. കുഴഞ്ഞിരിക്കണ്ട എന്നുള്ളവര് സ്വല്പം കൂടെ വേവ് കുറച്ച് ചേമ്പ് വാങ്ങിയാൽ മതി. അതനുസരിച്ച് വെള്ളം ഒഴിച്ച്. എനിക്ക് ഇത് കുഴഞ്ഞിരിക്കണതാ താല്പര്യം. എന്നിട്ട് ചോറിലിട്ടങ്ങ കുഴച്ചുണ്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. ചോറെടുക്കാം. ഒരു മിനിറ്റ് കേട്ടോ. സ്വല്പം ചൂടോടുകൂടി കഴിച്ചേ. ഇഷ്ടല്ലേ? അടിപൊളി ഇഷ്ടം. അപ്പൊ ഞാനെന്നാ ചോറെടുക്കാം കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാ. അതെന്നാന്നോ, ഒരു സ്വല്പം പുളി ചേർക്കണം ഈ ചേമ്പിന്റെ മട്ടിപ്പൊന്ന് പോകാൻ വേണ്ടി, ഉണക്കച്ചെമ്മീത്തിന്റെ കൂടെ. അപ്പൊ ഒരു ഭയങ്കര ഇഷ്ടപ്പെടും എല്ലാവർക്കും. തന്നെ നാട്ടിലെ ഭക്ഷണം ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും അല്ലെ, നാടൻ ഐറ്റം. അപ്പൊ ഞാനിനി ചോറ് തയ്യാറാക്കട്ടെ കേട്ടോ, ഇതിലേക്ക് വെക്കാനായിട്ടേ.